അനേകർ ചോദിച്ചു എവിടെ പോകണം. ഞാൻ പറഞ്ഞ മാവനെ കാണാൻ പോകണം, അച്ചുമാവനെ കാണാൻ പോകും. ഞങ്ങൾ അച്ചുമാവനെന്നാണ് വിളിക്കുന്നത്, അച്ചുമാവൻ. അല്ലാതെ അച്ചു സഖാവ് എന്ന് വിളിക്കില്ല. പക്ഷേ ഞങ്ങൾ പിണറായി സഖാവിനെ ഞങ്ങൾ സഖാവെന്നേ വിളിക്കുകയുള്ളൂ. പക്ഷെ അച്ചുമാവൻ എന്നാണ് വിളിക്കുന്നത്. അത്ര സ്നേഹമുണ്ട് മനസ്സിൽ. നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളാണ്. ഇതേപോലെ ഒരു വ്യക്തി ഇനി നമ്മൾ ഈ കേരളത്തിലുണ്ടാകാൻ പോകുന്നില്ല. മുൻകാലങ്ങളിലുള്ള പ്രവർത്തനം അങ്ങനെ ഞങ്ങൾ കണ്ടതിൽ വലിയ ഒരു നേതാവ്, നല്ല സഹപ്രവർത്തകൻ, നല്ല ഉന്നതനായ ആൾ, നല്ല വിവരവും വിവേകബുദ്ധിയുള്ള ആൾ. വക്രത ബുദ്ധിയില്ല, വിവേക ബുദ്ധിയുണ്ട്. അതാണ് ദീർഘായുസ് കൊടുത്തത്. വക്രത ബുദ്ധിയില്ല, ജ്ഞാനമുള്ള അറിവ്, ദൈവം കൊടുത്ത അറിവാണത്. ഞാൻ ദൈവവിശ്വാസിയാണ്. ദൈവം കൊടുത്ത അറിവാണത്. പണ്ട് കാലങ്ങളിലുള്ള ഒരു 50 കൊല്ലത്തേക്ക് മുമ്പേ അയിത്തം ഉണ്ടായിരുന്നു. അന്ന് പള്ളിക്കൂടത്തിലൊന്നും ആർക്കും പഠിക്കാൻ വെക്കില്ല. അങ്ങനെ ചാണാമാരി എറിയും നമ്മളെ സഹോദരങ്ങളൊക്കെ. അതൊക്കെ കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി തന്നെയാണ്. ഒരിക്കലും അത് വിട്ടുകളയാൻ പറ്റണില്ല. അത്രയ്ക്കിഷ്ടം. 3:30 മുതൽ കാണാമായിരുന്നു. 11 മണി വരെ TV മുമ്പേ ഇരിക്കുമായിരുന്നു. പിന്നെ ഉറക്കം വന്ന് പിന്നെ വാർദ്ധക്യത്തിലുള്ള ആൾ, 75 വയസ്സോളമായി. ഞാനൊരു വൈകല്യമുള്ള ആളാണ്. എന്നാലും എനിക്ക് പോകണം, കാണണം എന്നുള്ള ഒരു വലിയ തീഷ്ഠ ശരീരത്തിലുണ്ടായിരിക്കുകയാണ്. പാർട്ടിയിൽ ഏറ്റവും ഉന്നതനായ ആൾ, നല്ല വ്യക്തിത്വമുള്ള ആൾ, മര്യാദക്കാരൻ, ആരുടെയും പടലിക്കാരൻ ഒന്നിനും പോകാത്തൊരു വ്യക്തിയാണ്. നല്ല വ്യക്തി, പറയാതിരിക്കാൻ തരാനില്ല. 100 വട്ടം പറയണം. വാതുറന്ന് ചിരിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ. നമ്മളെ പിണറായി സഖാവിനെ പോലെ അല്ല, വേറെ ഒന്നും കൊണ്ട് പറയാനല്ല. നല്ല സഖാവാണ്. വാതുറന്ന് ചിരിക്കുന്നവനാണ് മനുഷ്യൻ, ആരായാലും ശരി. ആ ചിരി ഒരു പല്ല് പോലും പൊഴിയാത്ത ഒരു വ്യക്തിത്വം. 102 വയസ്സായിട്ട് ഭയങ്കരപ്പെട്ട ഒരു ഉന്നതനായ വ്യക്തി തന്നെയാണ്. ഒരിക്കലും ഞങ്ങൾ വിട്ടുകളയില്ല. ഒരിക്കലും സമ്പത്തിൻ്റെ കാലം തൊട്ടേ ഞങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർ കാണുന്നവരും സമ്പത്തിനെ കണ്ടറിയുന്നവരും. അച്ചുമാവനെ പറ്റി അറിയും. ഞങ്ങൾ അച്ചുമാവനെന്നാണ് വിളിക്കുന്നത്, അച്ചുമാവൻ. അല്ലാതെ അച്ചു സഖാവ് എന്ന് വിളിക്കില്ല. പക്ഷേ ഞങ്ങൾ പിണറായി സഖാവിനെ ഞങ്ങൾ സഖാവെന്നേ വിളിക്കുകയുള്ളൂ. പക്ഷെ അച്ചുമാവനെന്നാണ് വിളിക്കുന്നത്. അത്ര സ്നേഹമുണ്ട് മനസ്സിൽ. സ്നേഹം ഉള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു ഇന്ന് യുവതലമുറ കണ്ടുപഠിക്കണം. അങ്ങേരെ നമ്മളെ എല്ലാ പാർട്ടിക്കാരും കണ്ടുപഠിക്കണം, എല്ലാ സഖാക്കളും കണ്ടുപഠിക്കണം. അല്ല ഒരു പാർട്ടിയല്ല, എല്ലാ സഖാക്കളും ഇത് കണ്ടുപഠിച്ചാണ് നേതൃത്വം കൊടുത്തു പോകാൻ. യുവതലമുറകൾ ചാടിപ്പിടിച്ചുകൊണ്ടെന്ന് റോഡിലിറങ്ങി സുന്ദര വിളിക്കുകയാണ്. അതിൻ്റെ നേതൃത്വം നോക്കി പെരുമാറി കളിക്കുക. കാരണം അന്നത്തെ അയിത്തം നിന്ന കാലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങളൊക്കെ അയിത്തം കണ്ടവരാണ്. ഒരാൾ വന്നാൽ മാറി നിൽക്കണം, സ്കൂളിൽ പഠിക്കാൻ അനുവാദമില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയും സമരം കിടന്ന് നേടിയ ഒരു സഖാവാണ്. സമരം കിടന്ന് പോലീസുകാരൻ്റെ ഇടിയും ചവിട്ടും കൊണ്ട് കുത്തും കൊണ്ട് ലാക്കോപ്പിൽ കിടന്ന ഒരു കാലഘട്ടമൊക്കെ ഞങ്ങൾ പലപ്പോഴൊക്കെ ഇങ്ങനെ TV വാർത്തകളിലും മാധ്യമങ്ങളിലും വായിക്കാൻ അറിഞ്ഞുണ്ടെങ്കിലും കേട്ട് വായിച്ചൊക്കെ പഠിക്കാറുണ്ട്. അത് ഒരിക്കലും ഞങ്ങൾക്ക് അത് വിട്ടുകളയത്തക്കിയ കേസല്ല. അതുകൊണ്ടാണ് ഈ വാർത്തയ്ക്കത്തിൽ രാവിലെ എണീറ്റ് മാവനെ ഒന്ന് കാണുന്നത്. അനേകർ ചോദിച്ചു എവിടെ പോകണം. ഞാൻ പറഞ്ഞ മാവനെ കാണാൻ പോകണം, അച്ചുമാവനെ കാണാൻ പോകും. ഞാൻ കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത്. ഇപ്പം പറ്റൂല, 10-75 വയസ്സായി, അംഗവൈകല്യമുണ്ട്. അപ്പം അതുകൊണ്ട് എവിടെ പോയാലും അതിനുള്ള പെർമിഷൻ ദൈവം തന്നിട്ടുണ്ട്. പാർട്ടി അല്ല, അനുഭാവി. അത് ഞാൻ യുവതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കും. എല്ലാ ആളുകൾക്കും ഉണ്ട്. ഒരു മനുഷ്യനെന്നല്ല, എല്ലാ സഖാക്കൾക്കും അച്ചുമാവനോട് സ്നേഹമാണ്. ഞങ്ങൾ അച്ചു സഖാവ എന്ന് വിളിക്കില്ല, അച്ചുമാവനെന്നാണ്. അച്ചുമാവനെന്നാണ് വിളിക്കാറ്. ഞാനും അങ്ങനെ, ഇന്നും അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ. എൻ്റെ കാലം വരെ ഞാൻ അച്ചുമാവനെന്നേ വിളിക്കുള്ളൂ. അതേപോലെ എല്ലാ പാർട്ടി സങ്കടം, വളരെ സങ്കടമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ കാട്ടാക്കടയിൽ നിന്ന് ഇങ്ങനെ ഓടുന്നത്? കാണണം. ആ ഊർജ്ജത്തിൽ എനിക്ക് ഇവിടെ കയറ്റി വിടാൻ ആളുണ്ടാവും. എൻ്റെ ID കാർഡ് കാണിക്കുമ്പോൾ എന്നെ കയറ്റി വിടും എന്നുള്ള ഒരു ആത്മധൈര്യം എനിക്കുണ്ട്. ഉണ്ടോ? സങ്കടം തോന്നി. അയ്യോ, അച്ചുമാവൻ മരണപ്പെട്ടല്ലോ 3:30-ക്ക്. മരണപ്പെട്ടു. ഓടിപ്പോയി TV ആണ് കാണുന്നത്. 11:30 മണി വരെ കണ്ടു. 11:30 മണിക്ക് ശേഷം പിന്നെ ഉറക്കം വന്ന് പിന്നെ കിടന്നു. രാവിലെ എണീറ്റ് കുളിച്ചൊന്നുമില്ല, ഡ്രസ്സ് ചെയ്ത് ഓടുകയാണ് ചെയ്തത്. അച്ചുമാവനെ കാണണം എന്നുള്ളതാണ്. ശരി, സ്നേഹം, നന്ദി കൊണ്ട് കാണിച്ചതിന്, ഇത് പറയാനുള്ള ഇട തന്നതിനും ഞങ്ങളെല്ലാവരെയും കാക്കട്ടെ.